കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം. ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി നേരിട്ടതോടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഭാവി ചോദ്യചിഹ്നമായി. മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടതോടെ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉടലെടുത്ത മുന്നണിമാറ്റ ചർച്ചകളുടെ പേരിൽ പാർട്ടിയിൽ പൊട്ടിത്തെറിക്കും സാധ്യത. വളരും തോറും പിളരുന്ന പാർട്ടി ഒടുവിൽ ഇല്ലാണ്ടായി. മത്സരിച്ച 12 പേരും തോറ്റു. പാർട്ടി ചെയർമാന് രണ്ടാം തവണയും ദയനീയ പരാജയം. ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടും. കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF വിടണം. ഇക്കാര്യം തെരഞ്ഞെടുപ്പിന് മുന്നേ പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടതാണ്. മുന്നണി മാറ്റം നിരാകരിച്ച പക്ഷത്തിനെതിരെ എതിർപക്ഷം ഇനി രൂക്ഷമായ നിലപാടുകളെടുക്കാൻ സാധ്യത. മുന്നണി മാറ്റ സാധ്യതകൾ ജോസ് കെ മാണിയും തേടിയതാണ്. എന്നാൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും N ജയരാജ് വിഭാഗമാണ് ഇതിന് എതിർപ്പറിയിച്ചത്. പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ക്രൈസ്തവ സഭയിലെ ഒരു വിഭാഗവും UDFിലേക്ക് കേരള കോൺഗ്രസ് പോകണമെന്ന നിലപാടുള്ളവരായിരുന്നു. UDFിലേക്ക് മുന്നണി മാറ്റം സാധ്യമായിരുന്നെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ചരിത്രത്തിലെ ഏറ്റവും ദയനീയ തോൽവി നേരിടേണ്ടി വരില്ലായിരുന്നു എന്ന മുന്നണി മാറ്റത്തെ അനുകൂലിച്ച വിഭാഗം പാർട്ടിയിൽ വാദിക്കുന്നത് വലിയ പൊട്ടിത്തെറിക്കിടവെക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM വോട്ടുകൾ കൃത്യമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചില്ല എന്ന ആക്ഷേപവും പാർട്ടി മുന്നോട്ട് വെച്ചതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഇത് വീണ്ടും ചർച്ചയാകാനുള്ള സാധ്യത LDFിനുള്ളിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം ഭിന്നത ഉയർത്താൻ കാരണമാകും. പാർട്ടിയിലെ മറ്റൊരു പിളർപ്പിന് തന്നെ ഇത്തരം ഭിന്ന സ്വരങ്ങൾ വഴിവെച്ചേക്കും. ജനം, കോട്ടയം.